എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. എന്താണെന്നല്ലേ, നിങ്ങൾ CSEB എക്സാമിന്റെ ചോദ്യങ്ങൾ വരുന്ന വഴി ഏതാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്, നമ്മളെല്ലാവരും സിലബസ് മൊത്തം ഇരുന്ന് പഠിക്കും. എന്നാലും നമ്മളൊരു 75 മാർക്കിൽ വന്ന് എപ്പോഴും അടിച്ചവിടെ അങ്ങ് നിൽക്കാറുണ്ട്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ഓരോ ഭാഗങ്ങളും ഏതാണെന്നറിഞ്ഞ് അതിൻ്റെ കണ്ടന്റുകൾ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം എഴുതിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 2025-26 അതായത് 26 നമ്മുടെ CSEB പാറ്റേൺ മാറിയതിന് ശേഷം, നമുക്ക് സിലബസും തന്ന് പാറ്റേണും മാറിയതിന് ശേഷം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഏതെല്ലാം ചോദ്യങ്ങളാണ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുള്ളത് കൃത്യമായി അവലോകനം ചെയ്ത് ഉള്ള ഒരു വീഡിയോ ആണിത്. ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കാര്യം കോർപ്പറേഷനിൽ പഠിക്കണം. എന്നാൽ 15 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് 15 മാർക്കും ലോയുടെ ഭാഗത്തുനിന്ന് 15 മാർക്കും ബാങ്കിങ്ങിന്റെ ഭാഗത്ത് 20 മാർക്ക്, ദെൻ അക്കൗണ്ടിങ് കോസ്റ്റിങ്ങിന്റെ ഭാഗത്ത് 20 മാർക്ക്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ CSEBയുടെ മാർക്ക് നല്ലൊരു മാർക്ക് 70 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ 30 മാർക്ക് നമ്മുടെ GK, കറണ്ട് അഫയേഴ്സ്, മാത്സ് ആ രീതിയിൽ ഇങ്ങനെ പോകും അല്ലേ. അപ്പം എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചാൽ, ഇപ്പം പല രീതിയിൽ ചില ആൾക്കാർക്ക് GK നന്നായിട്ട് അറിയാവും, കണക്ക്. അപ്പം കണക്ക് ഇംഗ്ലീഷ് 30 മാർക്ക് നിങ്ങൾ 30-ൽ 28 മാർക്കും കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം, ഇത് നിങ്ങൾക്ക് ലോ നന്നായിട്ട് അറിയാം, ബാങ്കിങ്ങും അറിയാം, കോർപ്പറേഷനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം പഠിച്ചാൽ തന്നെ ഒരു 13-14 മാർക്ക് കിട്ടും. ഇതിനകത്തെ ഒന്നും നിങ്ങൾ വിടരുത്. ഓക്കെ, ഇതിൽ കൂടുതൽ നമുക്ക് സിലബസ് അനുസരിച്ച് വേണമെങ്കിൽ പഠിക്കാം. പക്ഷേ നിങ്ങൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. അപ്പം കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നോക്കിക്കേ, ഒന്നാമത് നമ്മുടെ 2025 കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ മാറിയതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. നോക്കിക്കേ, ഫോറിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയത് തന്നെ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. നമുക്കറിയാവുന്ന കാര്യം അല്ലേ. ദെൻ ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെയും ഡെൻമാർക്കിലെയും കോർപ്പറേഷനെ കുറിച്ചാണ് നമ്മുടെ CSEB കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. അപ്പൊ 1960/2025 ജർമ്മനിയെ കുറിച്ചായിരുന്നു. ഫോറിൻ കോർപ്പറേഷനിലെ ജർമ്മനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്നിട്ട് പിന്നീട് വന്ന കോർപ്പറേഷന്റെ ചോദ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ആദ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1896 റോച്ച്ഡെയിലിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കാര്യം, നമ്മളത് ICA അതിനെ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായിട്ട് സ്വീകരിച്ചു. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം അക്സെപ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ റോച്ച്ഡെയിൽ പൈനിയർ എന്ന് പറഞ്ഞാൽ ആളാരായിരുന്നു? അദ്ദേഹം കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ പിതാവാണ്. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ മാത്രം നമുക്ക് വേണ്ടായിരുന്നു. കാര്യം കൺസ്യൂമർ ഗുഡ്സുകളെല്ലാം തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഗുഡ്സ് വിൽക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ എടുത്തില്ല, ബാക്കിയെല്ലാം തന്നെ എടുത്ത് സെല്ലിംഗ് ഓഫ് ഗുഡ് എന്തായിരുന്നു, നല്ല ഗുഡ്സുകൾ വിൽക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ മാത്രം നമ്മൾ എടുത്തില്ല, ബാക്കിയെല്ലാം എടുത്തു. അങ്ങനെയാണ് ആദ്യം വന്നത്. പിന്നെ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ്, ഓരോ വർഷവും ഒരു വർഷങ്ങൾ കഴിയും, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് കോർപ്പറേഷന്റെ പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യുന്നു. DG കാർവേയുടെ പ്രിൻസിപ്പിൾ പലപ്പോഴും കാർവേ പ്രിൻസിപ്പിളായി ചോദിച്ചിട്ടുള്ളത്. 1964-66 റിപ്പോർട്ട് വന്ന കാർവേ പ്രിൻസിപ്പിൾ, പിന്നെ 95 റിപ്പോർട്ട് വന്ന അങ്ങനെ അതിന്റെ സ്റ്റേജസ് ഓഫ് റീഫോർമുലേഷൻ, അങ്ങനെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ഭാഗം. അതായത് എവിടെ മുതൽ പഠിക്കണം നിങ്ങൾ? പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡ്, ബേസിസ് എന്നർത്ഥമുള്ള പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്രിൻസിപ്പിൾ വന്നതെന്ന് തുടങ്ങി നിങ്ങൾ പഠിക്കണം. ചരിത്രം മൊത്തവും പഠിക്കണം. ഇങ്ങനെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് എടുത്തു റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് പഠിക്കണം. അതിനകത്തല്ല സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്, അതൊഴിച്ച് ബാക്കി അക്കാര്യമാണ് പിന്നീട് റിമൂവ് ചെയ്ത സംഭവം. അപ്പൊ അത് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ പ്രിൻസിപ്പിളും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളും പഠിക്കണം. പിന്നെ റീഫോർമുലേഷൻ പഠിക്കണം. ഓരോ വ്യക്തികളെ ICA ഓരോ വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യുന്നു, ഇതൊന്ന് പഠിച്ചിട്ട് റിപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ 95 വന്ന ലാസ്റ്റ് റിപ്പോർട്ട്. പിന്നെ അത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമ്മൾ പറയുന്നത് എന്താ? 15 മാർക്കിന്റെ കഥ വരുന്ന കാര്യമാണ് പറയുന്നത്. 15 മാർക്ക് വരുന്ന ഏത് ഭാഗത്തു നിന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം നോക്കുക, ICAയുടെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങള്.
ഓക്കെ. 1895 ഓഗസ്റ്റ് 19 വന്ന നമ്മുടെ സ്വന്തം ICA, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നട്ടല്ലായ നമ്മുടെ സ്വന്തം ICA. ഓക്കെ. ഇവൻ നമ്മുടെ NS ഹോസ്പിറ്റലിനെ ICAയുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ആദ്യം വന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ICA അംഗീകാരം കൊടുത്ത ആദ്യത്തെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി 1925. അതും നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതും നമ്മുടെ CSEBയുടെ ഇഷ്ട ചോദ്യമാണ്. അപ്പൊ ICAയെ കുറിച്ച് എല്ലാം വളരെ കൃത്യമായി പഠിക്കണം. ICA വന്നപ്പോൾ ഉള്ള ഹെഡ് ക്വാർട്ടേഴ്സ്, ഇപ്പം നിലവിലെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇടയ്ക്ക് രണ്ടാമത് മാറി 1982 ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന് മാറിയായിരുന്നു. പിന്നെ ഇപ്പം നിലവിൽ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, ICAയിലെ മെമ്പർമാർ ആരെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങൾ ICA ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനോട് പഠിക്കുമ്പോൾ ചേർത്ത് പഠിക്കേണ്ട കാര്യമാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ഓക്കെ. ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ആരാണ്, അതുപോലെ തന്നെ ഫ്ലാഗ് എന്നാണ് ഉയർത്തിയത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് എല്ലാം അങ്ങ് തീരും. എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറത്തെ കാര്യമുള്ളൂ ഈ ഒരു ICA പഠിച്ചു തീർക്കാൻ. ഒരു അരമണിക്കൂറത്തെ ക്ലാസ്സേ ഉള്ളൂ ഈ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ കാര്യം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, ഏതൊരു CSEB ഇത് ഞാൻ ഈ പറയുന്നത് ചോദിച്ച മേഖലകളിലെയാണ് ഓരോന്നും പറയുന്നത്, അല്ലാതെ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഈ ചോദ്യപേപ്പർ എടുത്ത് നിങ്ങൾക്കും ഇതുപോലെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കാർഡ് ബാങ്ക്, അങ്ങനെ കാർഡ് ബാങ്കുകൾ, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബാങ്കുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത് എവിടെ, ഏത് വർഷം എന്നുള്ള ചോദ്യങ്ങൾ. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ചാണ്. ഇതിൽ കാർഡ് ബാങ്കുകളെ കുറിച്ച്, ക്രെഡിറ്റ് ബാങ്കുകളെ കുറിച്ച്, ഇതൊക്കെയാണ് വായ്പാ സംഘങ്ങളെ കുറിച്ചും ഒക്കെയാണ്. പഴയതാവാം പുതിയതാവാം, ഇതിനെക്കുറിച്ചാണ്, ഇതിന്റെ ചരിത്ര കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഈ ചോദ്യത്തിൽ വരാറുള്ളത്, ഈ മേഖലയിൽ നിന്ന് വരുന്നത്. പിന്നെ കൺസ്യൂമർ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട, കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്കവാറും ചോദിക്കുന്ന കൺസ്യൂമർ ഫെഡ് വന്ന വർഷം 1965, അവരുടെ ഇഷ്ട ചോദ്യം. കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് കൃത്യമായി എല്ലാ ക്വസ്റ്റ്യനും കാണാറുണ്ട്. അതുപോലെ ഈ 1960/2025 ക്വസ്റ്റ്യനകത്തും അതുണ്ടായിരുന്നു. ഇനി നോക്കിക്കേ, പിന്നെ വന്ന ചോദ്യമാണ് മിൽക്ക് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ആപ്കോ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. മിൽക്ക് ഫെഡറേഷൻ എന്ന് വെച്ചാൽ 3 ടയറിലാണ് പ്രവർത്തിക്കുന്നത് എന്നും, ഈ 3 ടയറും എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ സെൻട്രൽ ലെവലിൽ എന്തെല്ലാം RCMBU എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇലക്ഷൻ പ്രൊസീജിയർ എന്താണ്, അതും കൂടി നമ്മൾ ചേർത്ത് പഠിക്കണം. മനസ്സിലായോ? അപ്പം ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ഡയറി പ്രോഡക്റ്റുകൾ, ഇതെല്ലാം അതും വളരെ ചെറിയൊരു ക്ലാസ് ആണ്. മൊത്തം കൂടി പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂറത്തെ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അതും കൃത്യമായി പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട എക്സാമുകളും എഴുതുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള വന്ന ചോദ്യം എന്താ, കമ്മിറ്റി. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഒരിക്കലും ഒരു CSEB എക്സാമിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കാര്യമാണ് കമ്മിറ്റി. പ്ലാനിംഗ് കമ്മിറ്റി, ഖുസ്രു കമ്മിറ്റി, ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മിറ്റികളുണ്ട്. ആദ്യം മുതൽ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി, ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി മുതൽ നമ്മുടെ ചരിത്രം മുതൽ നിങ്ങൾ പഠിക്കണം. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി റിവ്യൂ കമ്മിറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഖുസ്രു കമ്മിറ്റി, ഒത്തിരി കമ്മിറ്റികളുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഷോർട്ട് കട്ട് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി കമ്മിറ്റിയുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ലേറ്റസ്റ്റ് കമ്മിറ്റിയുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കുറച്ച് ടിപ്സുകൾ സഹിതമാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കമ്മിറ്റി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നബാർഡ് കൊണ്ടുവന്ന എല്ലാം കമ്മിറ്റികളെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കാര്യമാണ്. കമ്മിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ഉള്ളൊരു കാര്യമാണ്. കാര്യം 2-3 ദിവസം നമ്മൾ മെനക്കെടണം. ആദ്യം കമ്മിറ്റി പഠിക്കണം. ഒരു ദിവസം കൊണ്ട് പഠിക്കാം, പക്ഷെ വീണ്ടും റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഓർന്ന് കിട്ടത്തുള്ളൂ. അതിനകത്ത് ഓരോ കമ്മിറ്റി, ഇപ്പൊ SBI വന്ന കമ്മിറ്റി, അതൻ ഓരോ കമ്മിറ്റിക്കും ഒരു 6-7 പോയിന്റുകൾ പഠിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തു എന്ന് പഠിക്കണം. ഓക്കെ. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് ഈ പ്ലാനിങ് കമ്മിറ്റി പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പം കമ്മിറ്റികളെ ഉറപ്പായിട്ടും പഠിക്കുക, അതിനകത്തുനിന്ന് ചോദ്യം ഉറപ്പാണ്. അതിനുശേഷം എന്താണ്, കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. എപ്പോഴും പറയാ, കോപ്പറേറ്റീവ് മാനേജ്മെന്റ് വിട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത് എന്ന് വെച്ചാൽ അതിനെ സ്കിപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിക്കരുത്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കൃത്യമായി പഠിക്കണം. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയിൽ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ക്ലാസ് കൃത്യമായി എടുത്തിട്ടുണ്ട്. നീഡ് ഹൈറാർക്കി തിയറി, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, 2-3 ചോദ്യമായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. പലപ്പോഴും ഇത് റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറും. നിങ്ങൾ ആലോചിക്കുക,
നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫുള്ള് കിട്ടിയെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. കട്ട് ഓഫ് എപ്പോഴും 80-ന് മേളിലാണ് കിട്ടുന്നത്. ഒരു 82, 83 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. നോർമലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തന്നെയാണ് പലപ്പോഴും വരുന്നത്. പക്ഷേ എല്ലാ ടോപ്പിക്കിൽ നിന്നും ഇറങ്ങിയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. അപ്പൊ ഈ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ നിന്നായിരുന്നു പിന്നീട് ചോദ്യം വന്നേ. അതുപോലെ തന്നെ നമ്മൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കേ, 67/2025 അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയായിരുന്നു ഒന്നാമത്തെ ചോദ്യം, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ്. രണ്ടാമത്തെ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞാണ്, ICA പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോവരുത്. ICAയുടെ ചോദ്യമാണ് രണ്ടാമത് വന്നത്. ഓക്കെ, നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ICA പഠിക്കുന്ന സമയത്ത് അതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇറങ്ങി പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ഫുള്ള് നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുള്ളൂ. അല്ലാതെ ICAയുടെ ഇപ്പം സ്ഥിരമായി ചോദിക്കുന്ന, എനിക്ക് തോന്നുന്നു ICA ഫോം ചെയ്ത വർഷമായിരിക്കും, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് ഇറങ്ങിയുള്ളൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. കൃത്യമായി പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം പഠിച്ചിട്ട് പോകും. 13 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്താൽ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് കവർ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, ഇതെന്ന് നോക്ക്, ICA. പിന്നെ എന്താ പറഞ്ഞേ, കോഡ്സ് ഓഫ് കമ്മിറ്റി. അതായത് പറഞ്ഞില്ലേ, സഹകരണം ഇപ്പോൾ പരാജയപ്പെട്ടേക്കാം, പിന്നീട് വിജയിക്കും, ഓൾ ഇന്ത്യ റൂൾ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അങ്ങനെ ഓരോരുത്തരും കോട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റികൾ പറഞ്ഞ കോട്ടുകൾ ഏതൊക്കെയാണ്? ഒരു കോഡ്സ് ചോദിക്കും, ഏത് കമ്മിറ്റി പറഞ്ഞാന്ന് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് സഹകരണത്തിനെ കുറിച്ച്. സഹകരണം ഇന്ന് വിജയിച്ചില്ലെങ്കിലും അത് പറഞ്ഞത് നമ്മുടെ ഒരു കമ്മിറ്റിയാണ് പറഞ്ഞത്. പിന്നെ മഹാത്മാഗാന്ധി എന്താണ് സഹകരണത്തിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഓരോ വ്യക്തികളും അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ, ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം, പഠിക്കണം. പിന്നെ നമ്മുടെ സ്വന്തം കമ്മിറ്റി. പ്ലാനിങ് കമ്മിറ്റി. ഞാൻ പറഞ്ഞില്ലേ, പ്ലാനിങ് കമ്മിറ്റി നിങ്ങൾ വിട്ടുപഠിക്കരുതെന്ന്. പ്ലാനിങ് കമ്മിറ്റി. നമ്മുടെ NCUI, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് NCUI. അത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നൊരു സ്ഥാപനമാണ്. NCUIയും നാഷണൽ കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതും പഠിച്ചിരിക്കണം. ഓക്കെ, അത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പബ്ലിക്കേഷനും പഠിക്കണം കേട്ടോ. ഫോർമേഷൻ, ഈ അത്യാവശ്യം പഠിക്കേണ്ട കാര്യം. ഏത് വർഷം ഫോർമേഷൻ ചെയ്തു, ഏത് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു, എന്താണ് അവരുടെ ലക്ഷ്യം, പിന്നെ അവരുടെ പബ്ലിക്കേഷൻ. ഇത് ഇത്രയും പഠിച്ച് നിങ്ങൾ എഴുതി വെച്ചേക്കണം നോട്ട്ബുക്കിനകത്ത്. പരീക്ഷയുടെ തലേന്ന് പോയി ഇത് വായിച്ചു നോക്കിയാൽ വേണം. അടുത്ത നോക്ക്, കൺസ്യൂമർ ഫെഡ്. ഞാൻ പറഞ്ഞില്ലേ, കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും കാണും. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അപ്പം ഈ 10/67/2025 ഇത്രയും ചോദ്യങ്ങളാണ് സഹകരണ മേഖലയിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചത്. കോപ്പറേറ്റീവ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യം. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക് അല്ല. ലീഡർഷിപ്പ് പഠിക്കണം, മോട്ടിവേഷൻ പഠിക്കണം, ട്രെയിനിങ് പഠിക്കണം. ഇതെല്ലാം പഠിക്കുമ്പം അതിനുവേണ്ടി നമ്മളൊരു കുറച്ച് സമയം കണ്ടെത്തേണ്ടി വരും. കാര്യം ഒരു പഠിക്കുക മാത്രമല്ല, ഒരു എന്താ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഈ കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ. മോട്ടിവേഷൻ ആയാലും ട്രെയിനിങ് ആയാലും അതെല്ലാം അത് നന്നായിട്ട് വായിച്ച് പലതവണ വായിച്ചത് മനസ്സിലാക്കി എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. റിവിഷൻ കൂടുതൽ ചെയ്യുകയും വേണം. കമ്പാരിറ്റീവ്ലി ഇതാണ് ഇത്തിരി ഒരു ടഫായിട്ട് വരുന്നൊരു ടോപ്പിക്ക്. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്, പക്ഷെ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് നടക്കുന്നത്. ഓക്കെ, പഠിക്കാനുള്ളത്. ഇനി അടുത്ത നോക്കുക, 10/72/2025 നോക്കിക്കേ, ഫോറിൻ കോർപ്പറേഷനിലെ ജർമ്മനിയും ഇറ്റലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഫോറിൻ കോർപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് ജർമ്മനി, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക് ഇത് പഠിക്കാതെ ഒരു CSEB പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാൻ പാടില്ല. എന്തായാലും പഠിക്കണം. ഇവരുടെ ചരിത്രം പഠിക്കണം, പഠിക്കാതെ പോകരുത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ച ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ജർമ്മനിയും ഇറ്റലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. പിന്നെ ചോദിച്ചത് എന്താ? NCDC. പണ്ടേ CSEBയുടെ ഇഷ്ട ചോദ്യമാണ് NCDC വന്ന വർഷം. NCDC ആക്ട് 62, NCDC വന്നത് 1963. NCDC അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ്സ് ആൾവേസ് ഈസ് ദി മോട്ടോ ഓഫ് NCDC. ഓക്കെ, ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്ന CSEB. അപ്പം അത് NCDC ആണ് ചോദിച്ചത്. പിന്നെ ചോദിക്കുതാണ്ടേ, പിന്നെ എന്താ കിടക്കുന്ന കമ്മിറ്റി കണ്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മിറ്റിയെ ഡബിൾ ടാപ്പ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ഇപ്പോഴേ എഴുതി കിട്ടോ. ഇതാ കിടക്കുന്ന പ്ലാനിങ് കമ്മിറ്റി കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലും കണ്ടു, ഇപ്പോഴത്തെ ചോദ്യത്തിലും ഇതുവരെ ഇപ്പൊ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കണ്ട. ഇനി അടുത്ത നോക്കേ, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതും ഡബിൾ ടാപ്പ് ചെയ്ത് അടിച്ചിട്ടോ കണ്ടോ. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കണ്ടോ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്
പ്രിൻസിപ്പിൾസിന്റെ കഥ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പ്രിൻസിപ്പിൾസ് വന്നത് കൃത്യമായി പഠിക്കണം, ഏത് രീതി വന്നു, ആരൊക്കെയാണ് അത് റീഫോർമുലേറ്റ് ചെയ്ത്, എല്ലാം കൃത്യമായിട്ട് പഠിക്കണം, വിട്ട് കളയരുത്, പഠിക്കണം. അടുത്ത നോക്ക്, കോഡ്സ്, അതായത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന കോട്ടുകൾ. കുറേ വ്യക്തികൾ ഇന്ന ആളെ സെലിറ്റ്മാൻ ഇങ്ങനെ പറഞ്ഞു, ഓരോ വ്യക്തി ഒരാൾ തന്ന കോട്ട് പറയും, എന്നിട്ട് ആര് പറഞ്ഞു ഞാൻ ചോദിക്കും. വളരെ ഒരു 10, 15 അല്ലെങ്കിൽ 20 പേരെ പഠിച്ചാൽ മതി, അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ തക്കോണം നമ്മൾ പഠിച്ചു വെച്ചേക്കണം, കാണാതെ പഠിക്കേണ്ട. ഇന്നയാളെ ഇൻഡ്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇൻഡ്യൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു കോട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഓരോ വ്യക്തികളെയും അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ദെൻ അതുപോലെ ICA, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്, ICA അത്രത്തോളം പ്രാധാന്യമുണ്ട്, നിൽക്കുമ്പോൾ മനസ്സിലായേ. ദെൻ അടുത്തത് സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ ഈ സിലബസ് വരുന്നതിന് മുമ്പ് സ്ഥിരമായി CSEB ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏത് രീതിയിലാണ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം അസിസ്റ്റന്റ് രജിസ്ട്രാർ, നമ്മുടെ ഒരു താലൂക്ക് ലെവലിലാണല്ലോ ഓൾറെഡി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് മേളിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ, അങ്ങനെ ഈ അവരുടെ ആ ഒരു ഹൈറാർക്കി ഏത് രീതിയിലാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം നോക്ക്. 1074/2025 ചോദ്യമാണ്. പ്രിൻസിപ്പിൾസ് അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാണേ. ദെൻ ഫോറിൻ കോർപ്പറേഷൻ ഇംഗ്ലണ്ട്, ദാ വന്ന് നമ്മുടെ ഫോറിൻ കോർപ്പറേഷൻ. ദാ കിടക്കുന്ന NCDC, കണ്ടോ വരുന്നാണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വരുന്നാണ്ടോ. ദാ കിടക്കുന്ന കമ്മിറ്റി വന്നാണ്ടോ, കമ്മിറ്റി. ഇതാണ്ട് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലും കണ്ടു, ഇപ്പോഴത്തെ ചോദ്യത്തിലും കണ്ടോ. ദെൻ അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്, അപ്പം റേഡ്കോയുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ മാർക്കറ്റ് ഫെഡിന്റെ പ്രോഡക്റ്റ്, റബ്ബർ മാർക്കിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, അങ്ങനെ കോപ്പറേറ്റീവ്സിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങളൊരു എല്ലാം കൂടി എഴുതിയൊരു പേപ്പറിൽ വെച്ചിട്ട് പഠിച്ചേക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ്, കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട, കൺസ്യൂമർ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ദെൻ അടുത്തത് മിൽക്ക് ഫെഡറേഷൻ, പറഞ്ഞല്ലോ, ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. മൂന്ന് ടയറിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അത് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. മിൽമ, ആപ്കോസ്, നമ്മുടെ മിൽമയുണ്ട്, RCMB ഉണ്ട്, ആപ്കോസ് ഉണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടോ, ഇവരുടെ ഇലക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഇവരുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, മിൽമയുടെ ബ്രാൻഡ് നെയിമിൽ വരുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, ബട്ടർ മിൽക്ക് കേട്ടിട്ടില്ലേ, ബട്ടർ ഗേൾ അറിയത്തില്ലേ. അപ്പൊ ഇതെല്ലാം കൃത്യമായി പഠിച്ചു വെക്കണം. ദെൻ നമ്മുടെ ICA, അവർ വീണ്ടും ICA വരുന്നുണ്ടോ, നമുക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം പ്രാധാന്യമുണ്ട് ICAക്ക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 76/2025 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാൻ വരുന്നു. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ്, ദെൻ കമ്മിറ്റി, ദെൻ പ്രിൻസിപ്പിൾസ്, പിന്നെ ദാ കിടക്കുന്ന ഫോറിൻ കോർപ്പറേഷൻ ഇംഗ്ലണ്ട് ചോദിച്ചേക്കുന്നു. ദെൻ ദാ കിടക്കുന്ന ICA, കണ്ടോ, ICA വന്നോ വീണ്ടും കണ്ടോ. അപ്പൊ ഇതെല്ലാം പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓരോ ചോദ്യ പേപ്പറുകളും എടുത്തിട്ട് അതിനകത്തുനിന്ന് വിശകലനം ചെയ്ത കാര്യമാണിത്. ഇതെന്ന് വെച്ചാൽ ഇത് 15 ക്വസ്റ്റ്യൻ ഇല്ല, എന്താ ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് വന്ന് കുറച്ച് സ്കിപ്പ് ചെയ്തതാണ്. നിങ്ങൾ ഈ ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വന്നിരിക്കുന്നത് ഏത് വഴിയിലാണെന്ന്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, ദെൻ ഫോറിൻ കോർപ്പറേഷൻ 2026, അതായത് ഈ വർഷം വന്ന ചോദ്യ പേപ്പറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നോക്കിക്കേ, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാം. അടുത്തത് ഫോറിൻ കോർപ്പറേഷൻ ജർമ്മനി, ദെൻ കമ്മിറ്റി നമുക്കറിയാം, കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം കൺസ്യൂമർ സൊസൈറ്റീസ്, ICA, കോർട്ട് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഡയറി കോപ്പറേറ്റീവ്സ്. കണ്ടോ, മനസ്സിലായോ, കണ്ടോ ചോദ്യങ്ങൾ വന്ന വഴി കണ്ടോ, പഠിക്കണം. ഇനി അടുത്ത നോക്ക്, ഫോറിൻ കോർപ്പറേഷൻ ജർമ്മനി, ഇംഗ്ലണ്ട്. കണ്ടോ, അടുത്ത ചോദ്യം ഇതെന്താണ്, 2026 വന്ന രണ്ടാമത്തെ പരീക്ഷയുടെ ചോദ്യമാണ്. ഫോറിൻ കോർപ്പറേഷനിലെ ജർമ്മനിയും ഇംഗ്ലണ്ടും വന്നു, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കുകൾ വന്നു, കൺസ്യൂമർ സൊസൈറ്റി വന്നു, ഡയറി സൊസൈറ്റി വന്നു, ICA വന്നു, ദെൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കണ്ടോ വന്നോ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും ചോദ്യ പേപ്പർ വന്നപ്പോൾ ഇതിനകത്തെല്ലാം ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ടേ, ആവർത്തിക്കുന്ന മേഖലയുണ്ടേ. മനസ്സിലായല്ലോ, അത്ര കൺഫേംഡ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ മാസ്റ്റർ അക്കാഡമിയിൽ ഓരോ ടോപ്പിക്കിന്റെയും മുൻവർഷ ചോദ്യങ്ങൾ, അതായത് 2025 മുതൽ 2026 ഇപ്പോൾ വരെ നടന്ന പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ, ഏത് ചോദ്യം ഇനിയിപ്പം നമ്മുടെ മാസ്റ്റർ അക്കാഡമിയിലെ ക്ലാസ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് ഇപ്പൊ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ICAയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ ഇനി വരാം, ഇനി എന്തെല്ലാം കണ്ടന്റുകൾ അതിൽ വേണം, അത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തപ്പിയെടുത്തും എല്ലാ വർഷങ്ങളിൽ നിന്നും ചോദ്യം എടുക്കും. എന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആ ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ്
മാസ്റ്റർ കെ അക്കാഡമിയിലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഏറ്റവും ഫീസ് കുറവിൽ, വെറും വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ 6 മാസത്തെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, അടുത്ത ടോപ്പിക്ക് നോക്കാം. കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. നമ്മൾ അങ്ങനെ 2 പരീക്ഷയ്ക്കകത്താണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് 3 കണ്ടല്ലേ, ഇതാ കിടക്കുന്ന അടുത്തത്. ദെൻ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, കമ്മിറ്റീസ്, ദെൻ പ്രിൻസിപ്പിൾസ്, ഫോറിൻ കോർപ്പറേഷൻ, ജർമ്മനി, ഇംഗ്ലണ്ട്. കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫോറിൻ കോർപ്പറേഷൻ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്. കണ്ടോ, ഈ ജർമ്മനിയിൽ നിന്നും ചോദിച്ചു, ഡെൻമാർക്കിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ചോദിച്ചു. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളിൽ എന്ത് മനസ്സിലായി നമുക്ക്? ഇറ്റലി, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇത് വിട്ടു പഠിക്കരുത്. ഓക്കെ, ഡെൻമാർക്കിലൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ, വലിയ കാര്യമുള്ള ചോദ്യമൊന്നും ചോദിക്കത്തില്ല, അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ചിലപ്പം ഡെൻമാർക്കിലെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം, പിന്നെ സിംഗിൾ പർപ്പസ് സൊസൈറ്റിക്ക് ഫേമസ് എവിടെ, ലെജിസ്ലേഷൻ ഇല്ലാത്തത് എവിടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ ഒരുപാട് കാട് കയറി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും മനസ്സിലാക്കുക, കാട് കയറി പഠിക്കുന്നതിലല്ല കാര്യം, കണ്ടന്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിനകത്തെ സിലബസ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കോർപ്പറേഷന്റെ ഇപ്പൊ ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ഇപ്പൊ മനസ്സിലായി കാണും, ഇത് ഏത് ഭാഗം ഞാൻ പഠിക്കണം. വലിച്ചുവാരി പഠിക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, ഈ വലിച്ചുവാരി പഠിച്ച ഇതെല്ലാം ഓർത്തു വെക്കാൻ നമുക്ക് പാടാവും. ഓക്കെ, ഇതിനടുത്ത് നോക്ക്, ICA ദാ വീണ്ടും വന്നു, ദാണ്ട് നടക്കുന്ന കമ്മിറ്റി, ദെൻ കോർട്ട് ഓഫ് കോപ്പറേറ്റീവ്സ് പറഞ്ഞ കോട്ടുകൾ, ദെൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, ദെൻ പ്രിൻസിപ്പിൾസ്. അപ്പൊ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നമ്മൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ടു. ഇതാ അടുത്ത ചോദ്യത്തിൽ എന്താ, കോപ്പറേറ്റീവ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്ക്, 1081/2026 ചോദ്യങ്ങൾ നോക്കേ. ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കോപ്പറേറ്റീവ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ്. കോപ്പറേറ്റീവ് മാനേജ്മെന്റിനകത്തെ മാനേജ്മെന്റിലെ ചോദ്യം, അതിനകത്തെ തന്നെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കമ്മിറ്റി വന്നു, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ടായിരുന്നു. കണ്ടോ, മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ 2026 ചോദ്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു, കമ്മിറ്റി ഉണ്ടായിരുന്നു, ഡയറി കോപ്പറേറ്റീവ്സ്, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് 1081/2026 തന്നെയാണ് കേട്ടോ. 1081/2026 തന്നെയാണ്. ഡയറി കോപ്പറേറ്റീവ്, മാനേജ്മെന്റ്, മോട്ടിവേഷൻ, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, കമ്മിറ്റി, പ്രിൻസിപ്പിൾസ്, കമ്മിറ്റി, ഡയറി കോപ്പറേറ്റീവ്സ്, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. കണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, 1083/2026 ചോദ്യമായിരുന്നു NCDC, ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, കമ്മിറ്റി, പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇത്രയൊന്നും കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. ഞാൻ ഓരോ ചോദ്യപേപ്പറും എടുത്ത് ഇത് ഏത് ഭാഗത്തുനിന്ന് വന്ന ചോദ്യമാണ്, സിലബസിൽ എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും മുൻവർഷ ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി സിലബസ് വൈസ് അപ്ഡേറ്റഡ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ദെൻ അത് മാത്രമല്ല, നമ്മൾ പ്രീവിയസ് ചോദ്യപേപ്പറുകൾ, അതായത് ഒരു ക്ലാസ് എടുക്കുന്നതിന് മുൻപ് പ്രീവിയസ് ചോദ്യപേപ്പറുകൾ എല്ലാം എടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കണ്ടന്റുകൾ വേണം അതും കൂടി എടുത്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സുകളുമാണ് മാസ്റ്റർ കെ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക, അറിഞ്ഞു പഠിക്കുക, എന്ത് വരുന്നു എവിടുന്ന് വരുന്നു എന്നറിഞ്ഞു പഠിക്കുക. ചുമ്മാതെ മനസ്സിലാക്കാതെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പഠിക്കുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു 12 മാർക്ക് കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഭാഗ്യം എന്നല്ല, ഇത് മൊത്തം പഠിച്ചിട്ട് പോയാൽ ഒരു 15 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം വിടാതെ പഠിക്കണം. ഓക്കെ, ഇതിന്റെ ബേസിക് കാര്യങ്ങൾ മൊത്തവും പഠിച്ചിട്ട് പോയാൽ തന്നെയും 13 മാർക്ക് വരെ കിട്ടും. അപ്പൊ നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അടുത്ത ലോയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരും എന്നുള്ള എന്തെല്ലാം കാര്യങ്ങൾ വരും എന്ന ഒരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും. ഇനി ഉള്ള സമയത്ത് പഠിച്ചാൽ മതി. നമുക്ക് ഇനിയും എക്സാമിന് ടൈമുണ്ട്. ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമി 3 മാസത്തെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് വീണ്ടും കാണാം.